ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പച്ചിയും വിദ്യാർത്ഥിയും എന്തിന് പെറ്റമ്മ പോലും എന്നിൽ നിന്ന് മറച്ചു പിടിച്ച് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ മഹാദോഷം എന്താ? ജോത്സ്യൻ എനിക്ക് വിധിച്ചത് മൃത്യുദോഷമാണെങ്കിൽ ഞാനത് വിശ്വസിക്കില്ല. ചന്ദ്രന് നാളെ ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ഒരു ഔട്ടിങ്ങിനും പോണം. സങ്കടങ്ങളെല്ലാം പരസ്പരം തുറന്നു പറഞ്ഞ് മനസ്സിനൊരു ശുദ്ധീകരണം. അതിലൊതുങ്ങട്ട നാളത്തെ ദിനം. പള്ളിയുറക്കം കഴിയുമ്പോ ചായ ചോദിക്കും. കൊടുത്തില്ലെങ്കിൽ അതിനെപ്പറ്റിയാവും കുറ്റപ്പെടുത്തലിന്റെ തുടക്കം. വേണ്ടി വന്ന തല്ലിയിറക്കാനും മടിക്കില്ല. എന്തിനാ ദൈവങ്ങളെ ഇങ്ങനെ ആട്ടും തുപ്പും ഏറ്റുവാങ്ങാനായിട്ട്? എന്നെ കാണാനായിട്ട് വന്നത് പാവം വീണു. ഞാൻ പ്രസവിച്ച മക്കളെക്കാൾ ഈ അമ്മയോട് സ്നേഹം അവനാ. കഴിച്ചുകൊണ്ടിരുന്ന ചോറ് പോലും തിന്നാൻ ഇപ്പൊ മാധവേട്ടനോട് സംസാരിക്കാൻ പോലും ആകാത്ത വിധത്തിലാക്കി. ഫോൺ പിടിച്ചു വാങ്ങി ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ഇതിലും വലിയ സങ്കടം സഹിക്കാനുണ്ടോ? എന്തൊക്കെ ചെയ്താലും സഹിക്കല്ലാതെ ഒന്നും പ്രതികരിക്കാനാവാത്ത അവസ്ഥ. വീട് വിട്ടിറങ്ങി മാധവേട്ടന്റെ അരികിലേക്ക് പോയാലോ? അവിടെ പെറ്റമ്മയ്ക്ക് നരകം ഒരുക്കാൻ നൊന്ത് പ്രസവിച്ച മകനുണ്ടല്ലോ. ദേവി, ഇങ്ങനെ പരീക്ഷിക്കല്ലേ. പാചകത്തിൽ ചേരുവകളുടെ അളവ് തെറ്റിയ ചരിത്രം ചന്ദ്രികയ്ക്കില്ല. പക്ഷെ മനസ്സിന്റെ കരുതൽ തെറ്റിയപ്പോ ഇവിടെ അത് സംഭവിച്ചു. അളവ് തെറ്റി മുഖത്ത് തിളച്ച ചായ വീഴാതെ കാത്തോളൂ ദേവി. വേണ്ട, അവിടെ കിടക്ക്. എന്നെ കാണുമ്പോ വെപ്രാളപ്പെട്ട് ഓടാൻ ഞാൻ എന്താ കൊല്ലം വന്നാണോ? ഏതോ വൃത്തികെട്ടവും വന്ന നട്ടാക്കുരുക്കാത്ത നുണകളൊക്കെ തട്ടി മൂളിച്ചിരിക്കുക. ജോലിസിനാണ് പോലും. പനിച്ചു വിറച്ച് കിടക്കപ്പുറത്തി കെട്ടപ്പോ സമാധാനമായല്ലോ. വഴിപാട് നടത്തുന്നതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ സ്വന്തം ആരോഗ്യം നശിപ്പിക്കുന്ന വഴിപാട് കൊണ്ട് ആർക്കെന്ത് പ്രയോജനം? നിന്റെ മുട്ടുമുറിഞ്ഞപ്പോ ഭർത്താവായി എനിക്ക് മുറിഞ്ഞത് സ്വന്തം ചങ്ക. നീ അത് വല്ലതും അറിയുന്നുണ്ടോ? ആരെ പ്രീതിപ്പെടുത്താൻ ഈ സാഹസം എന്തെങ്കിലും പറഞ്ഞുകൂടെ നിനക്ക്? സ്വന്തം മുട്ടുമുറിച്ച് ചോര പരികൊടുക്കേണ്ട ഏത് ദുഷ്ടമൂർത്തിയാ ക്ഷേത്രത്തിലുള്ളത്? ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരരുത്. എന്നെ തൊടുകയും ചെയ്യരുത്. ജഗൻ പുറത്തു പോ. ഞാൻ പോയില്ല. അടുത്ത് വന്ന എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണം. ഭാര്യയെ തൊടാൻ കഴിയാത്ത വിധത്തിൽ ഭർത്താവിന് സംഭവിച്ചിരിക്കുന്ന ഭ്രഷ്ട് എന്താ?
അപ്പച്ചിയും വിദ്യാർത്ഥിയും എന്തിന് പെറ്റമ്മ പോലും എന്നിൽ നിന്ന് മറച്ചു പിടിച്ച് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ മഹാദോഷം എന്താ? ജോത്സ്യൻ എനിക്ക് വിധിച്ചത് മൃത്യുദോഷമാണെങ്കിൽ ഞാനത് വിശ്വസിക്കില്ല. ആ മഹാദോഷത്തെ പുറംകാലം കൊണ്ട് തട്ടിയെറിയും ഞാൻ. അമ്മേ, മോളെ ചായ ഞാനിടാമേ. അവര് വേണ്ട, അവര് കാണും ഇവര് കാണും എന്ന് പറഞ്ഞ് എന്നെ ഇനി ഓടിക്കണ്ട. ചായ ഞാനുണ്ടാക്കാം. അമ്മ ഇങ്ങോട്ട് മാറി നിൽക്ക്. മോളെ ചായക്ക് തേയിലയും പഞ്ചസാരയും പാകാണോ നോക്ക്. ആ. കറക്റ്റ് ആണല്ലോ. പാചക ശിരോമണിയായ അമ്മയ്ക്ക് ഇങ്ങനൊരു സംശയം തോന്നാൻ എന്താ കാരണം? വയസ്സായില്ലേ, ലേശ ഓർമ്മക്കുറവ് ഇല്ലാതെ ഇല്ല. അതൊക്കെ അമ്മയുടെ തോന്നല. ഉം, മോനും മരുമോളൊന്നും എണീറ്റില്ലേ? ഇല്ല. എണീറ്റ് വരുമ്പോ ഇനി മീനാക്ഷിയെ കണ്ട അത് മതി അടുത്ത പ്രശ്നത്തിന്. അമ്മയ്ക്ക് എന്താ ഒരു വിഷമം? ഏ ഒന്നുമില്ല. അമ്മേ, എന്തിനാ ഈ കള്ളം പറയുന്നേ? അമ്മ മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, എന്താ ഉണ്ടായെന്ന്? എന്താ അമ്മേ? നിന്നോട് എന്തിനാ വിളിക്കുന്നേ? ഇന്നലെ രാത്രി ഞാൻ സുചിത്രയായിട്ട് സംസാരിക്കുകയായിരുന്നു. അത് കണ്ടോണ്ട് വന്ന ഹരിത എന്റെ ഫോൺ ബലാത്കാരമായിട്ട് പിടിച്ചു വാങ്ങിക്കൊണ്ടുപോയി. ഇപ്പോ എനിക്ക് എന്റെ മാധവേട്ടനോട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. കഷ്ടം. ഇങ്ങനെയുണ്ടോ പണത്തിന്റെ അഹങ്കാരം? അമ്മ വിഷമിക്കണ്ട, ഇവരോടൊക്കെ ദൈവം ചോദിക്കും അമ്മേ. മോളെ ഒന്ന് പതുക്കെ പറ. അമ്മയ്ക്കിപ്പോ അച്ഛനെ വിളിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഇതാ, അച്ഛനെ ഈ ഫോണിൽ നിന്ന് വിളിച്ചോ. ഇനി ഭർത്താവിന്റെ സൗണ്ട് കേൾക്കാതെ ശ്വാസം മുട്ടണ്ട. വളരെ ഉപകാരം മോളെ. മാധവേട്ടനോട് സംസാരിച്ചിട്ട് ഞാൻ ഉടനെ വരാം. ഞാൻ പുറത്തു പോ. വന്ദന, മാനത്തെ കൊട്ടാര